കലോത്സവ വിശേഷങ്ങൾ ഇങ്ങനെ അറിഞ്ഞു വരുന്നതിനിടയിലാണ് ഒരു മനോഹരമായ ഗാനം കേൾക്കാനിടയായത്. അത് എവിടെ നിന്നാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഇവിടെ കുറച്ച് കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്യുന്ന കാഴ്ച കണ്ടത്. സ്ഥലം പോലും മറന്ന്, അതായത് ഈ സ്കൂളിൻ്റെ പിറകിലാണ് ഇവർ ഈ പ്രാക്ടീസിനായി ചൂസ് ചെയ്ത സ്ഥലം. നിങ്ങൾക്ക് കേൾക്കാം ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഉറുദു സംഘഗാനമാണ് അവർ മത്സരിക്കാൻ പോകുന്ന ഇനം എന്ന് പറയുന്നത്. എന്നാൽ ആ കൂട്ടുകാർ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം പോലും മറന്ന്, അതൊന്നും മൈൻഡ് ചെയ്യാതെ അപ്പുറം മത്സരം നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ സ്കൂളിൻ്റെ പിറകവശം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഇവിടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ കൂട്ടുകാരിങ്ങനെ പാടുകയാണ്. അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ആ പാട്ട് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും വന്നത്. ഭയങ്കര രസമുണ്ട് ഇവർ പാടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കൂട്ടുകാരുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ആദ്യം നമുക്ക് ഇവരുടെ പാട്ടൊന്ന് കുറച്ച് കേൾക്കാം. ഓക്കെ മക്കളെ, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തോന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ പ്രാക്ടീസ് അവസാനവട്ട മിനുക്ക് പണിയിലാണല്ലേ? എന്തായാലും നിങ്ങൾ ഇനി മത്സരിക്കാൻ നിങ്ങൾ പോകണത്ര അല്ലേ? ഉറുദു സംഘഗാനം അല്ലേ? ആരാ സംസാരിക്കുന്നത്? നിങ്ങൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഈ സ്ഥലം ചൂസ് ചെയ്തതിൻ്റെ റീസൺ എന്താ? ഒന്ന് പറഞ്ഞുതരാമോ എനിക്ക്? അല്ല, ഞാൻ ഇവരിലേക്ക് വരാം. നിങ്ങൾ കുറച്ചധികം നേരം ആയാലും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണോ? അതായത് ഈ സ്ഥലം തന്നെ ചൂസ് ചെയ്താൽ ഇങ്ങോട്ട് മാറി നിന്ന് അപ്പുറം മത്സരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഈ പരിമിതികളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇവിടെ നിന്ന് കുറച്ചധികം നേരമായിട്ട് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിങ്ങനെ നോക്കി കാണുമായിരുന്നു. നല്ല രസമുണ്ട് നിങ്ങൾ പാടുന്ന കേൾക്കാനായിട്ട്. ഒന്ന് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഒന്ന് പറഞ്ഞുതരാമോ എനിക്ക്? ഇത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? അബ്ദുറഹ്മാൻ സ്മാരക യു പി സ്കൂൾ. നിങ്ങൾ മുന്നേ മത്സരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ മത്സരിച്ചിട്ടുണ്ടോ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ? ഉണ്ടല്ലേ? അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാ? ടഫ് കോമ്പറ്റീഷൻ ആണോ? അറിയില്ല, നമ്മൾ പോകുന്നേ ഉള്ളൂ, ഇപ്പം അനുസരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ സ്റ്റേജിൽ കയറുന്നേ ഉള്ളൂ. അങ്ങനെ ഉപജില്ലാ തലത്തിലൊക്കെ നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നോ? ആണല്ലേ? അപ്പോൾ ഈ ഉറുദു സംഘഗാനം അല്ലേ, ആരാ നിങ്ങളെ പഠിപ്പിക്കുന്നൊക്കെ? ആരാ? സ്കൂളും അബ്ദുള്ള മാഷ്, പിന്നെ പുരുഷ മാഷ് സംഗീതത്തിന്. ഇഷ്ടപ്പെട്ട് നിങ്ങൾ അഥവാ മാഷ് പറഞ്ഞയച്ചാണോ? നിങ്ങൾ ഉറുദൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ പാടണം എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചാണോ? അക്കാര്യം എങ്ങനെ? നിങ്ങൾ ടീമിനൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തേ? നിങ്ങൾ ഈ ഇത്രയും പേരെ 7 പേരെ എങ്ങനെ സെലക്ട് ചെയ്തേ നിങ്ങൾ? സ്കൂളിൽ നിന്ന് തന്നെ എല്ലാവരെയും നോക്കിയിട്ട് അതിലൊന്ന് ആളെ സെലക്ട് ചെയ്തു. അങ്ങനെ. അപ്പോൾ വേറെ പാട്ട് പാടുന്ന ആൾക്കാർ, അതായത് വേറെ ഇനത്തിനുണ്ടോ? ഏതെങ്കിലും ഇനത്തിനുണ്ടോ? ഇതിലാ നമ്മൾ എന്താ പറയുക, ജില്ലയിലല്ല, അതിന് സബ് ജില്ലയിൽ പങ്കെടുത്തിരുന്നു. ഏതായിരുന്നു ദേശഭക്തിയാനം, അതിന് 3rd കിട്ടി. ഏതായിരുന്നു? ദേശഭക്തിയാനം. നിങ്ങൾ ഇതേ ടീം തന്നെയായിരുന്നോ? അല്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരാൻ പറ്റുമോ? ഏതെങ്കിലും ആരെങ്കിലും? ആരാ? ഒന്ന് അതൊന്ന് കുറച്ച് പോർഷൻ പാടിത്തരാൻ പറ്റും? अपना हुआ पराया हूँ, नस्ल आदम का खून है आखिर, जंग मशरिक में हूँ कि मगरिब में, हमने आलम का खून है आखिर. മക്കളെ, നിങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്താ പറയാനുള്ള? നിങ്ങൾ ഈ 7 പേരിൽ 3 പേരല്ലേ? നിങ്ങൾ സ്കൂളിൽ നിന്നുള്ള നിങ്ങളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞുതരാമോ ചേച്ചിക്ക്? അത് നല്ല സപ്പോർട്ട് തന്നെയാണ്. എല്ലാവരും പറയുന്നത് ഫസ്റ്റ് എന്തായാലും വാങ്ങിക്കണം. മുന്നേ മത്സരിച്ചിട്ടുണ്ടോ? മുന്നേ കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിൽ അങ്ങനെ എന്തെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ? ദേശഭക്തി ഗാനം. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയോ? അതുകൊണ്ടാണോ കുറച്ചും കൂടി മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു പ്രാക്ടീസ്? എങ്ങനെയാ കാര്യങ്ങൾ?
മാഷ് കൂടെ ഉണ്ട്. അതായത് മാഷ് ഒന്ന് പറഞ്ഞുതരാമോ, മക്കൾ ഇവിടെ നിന്ന് കുറച്ചധികം നേരമായിട്ട് പ്രാക്ടീസ് ചെയ്യണു, ഞാനത് കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത്, അപ്പോൾ എന്താണ് ഇവരെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഉറുദു അധ്യാപകനാണ് ഞാൻ. എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. പിന്നെ അവിടെയുള്ള ഒരുപാട് കഴിവുള്ള വിദ്യാർത്ഥികളോടെയുണ്ട്. അപ്പോൾ അവരെ സബ് ജില്ലാ കലോത്സവത്തിന് കുറേ മുമ്പേ തന്നെ അവരെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് കഴിവുന്ന കുട്ടികളെ കണ്ടെത്തി അങ്ങനെ അതിൽ നിന്നൊരു ടീമാണ്, ശരിക്കും ക്രീമാണ് ഈ വന്നിരിക്കുന്ന കുട്ടികൾ. ഈ ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരേ പാട്ടാണ് സബ് ജില്ലയും ജില്ലയിലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ജില്ലയിലും ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ഈ വർഷം ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷ തീർച്ചയായും ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇതന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ? ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങളെപ്പോലും ആകർഷിച്ചൊരു താളമുണ്ടല്ലോ ഇതിൻ്റെ, അത് ഒരിക്കലും ഞങ്ങൾക്കത് ഉപേക്ഷിക്കാൻ തോന്നില്ല. അതുകൊണ്ട് വേറെ പാട്ടുകൾ എടുത്താലും അവസാനം ഞങ്ങൾ പിന്നെ ഇതിലേക്ക് എത്തും. അതുകൊണ്ടാണ് കുട്ടികൾക്കും കുറേ കൂടെ എളുപ്പത്തിൽ, കാരണം ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ സാരജ സച്ചയും അതുപോലെ ഇടയ്ക്കുള്ള ഈ ഒരു താളത്തിൻ്റെ മാറ്റങ്ങളും ഹൈ പിച്ചും ലോ പിച്ചൊക്കെ മാറി മറിഞ്ഞ് വ്യത്യസ്തമായ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് സന്തോഷമായിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് പറ്റുന്നത്. അത് ആ ഒരു ആകർഷകത്വം ഒരിക്കലും വിട്ടുപോകത്തോണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. മീനിങ് എന്താണ്, അർത്ഥം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? പിന്നെ ഇന്ത്യയിൽ സാരേ ജഹാസ കച്ചേരികൾ തുടങ്ങുന്നത് ഇന്ന് ദേശഭക്തിയായിട്ടുള്ള ഒരു തലത്തിൽ അങ്ങ് പോകുന്നുണ്ട്. രണ്ടാമത് പിന്നെ ഇന്ത്യയുടെ ഹരിതാഭയെക്കുറിച്ച്, ഭംഗിയെക്കുറിച്ച്, ഇവിടുത്തെ ദേശീയതയെക്കുറിച്ച്, ജനങ്ങളുടെ ആ ഒരു വ്യത്യസ്തമായ രീതികളെക്കുറിച്ച്, അങ്ങനെ എല്ലാം കൂടിച്ചേർന്ന ഒരു മനോഹരമായ പുതിയ കാലത്തിനെ പ്രതികരിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ്. അതാണ് എൻ്റെ ഭംഗിയും എൻ്റെ അർത്ഥം അതാണ്. നിങ്ങൾ മാഷ് പറഞ്ഞിട്ട് തന്നെയാണോ അതോ ഇവർ തന്നെ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തതാണോ? അക്കാര്യം എങ്ങനെയാ? അല്ലല്ല, അത് ഞങ്ങളിവരിങ്ങനെ കുറച്ച് ഡിലേ ആയല്ലോ. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഇവരെന്നെ എത്തിയതാണ് ഇവിടെ. ഇവരാണ് ഇവിടെ എന്നെയും കൂടി കൊണ്ടുവന്ന ഇവരാണ്. അപ്പോൾ കുറച്ചുകൂടെ ഇതിന് വേദി തൊട്ടപ്പുറത്ത് തന്നെയാണ്, കുറച്ചുകൂടെ എന്താ പറയുക സൈലൻ്റ് ഒരു ഏരിയ ആണ്. പിന്നെ എപ്പോഴും വെളിപ്പാട് അപ്പുറത്തുള്ളതുകൊണ്ട് വേണം പോവുകയും ചെയ്യാം എന്ന് തോന്നുന്നു എനിക്കുണ്ടായി. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ശരിക്കും അധികം ഒച്ചയൊന്നും പാടണ്ടെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു. ഇവരെന്നെ പാടുന്ന കേട്ടിട്ടാണ് അങ്ങനെ ആവട്ടെ എന്ന് ഞാനും കരുതി. അവരെന്നെ കണ്ടെത്തിയാണ് ഒരു സ്ഥലം. നിങ്ങൾക്കും ഒരു സൈലൻ്റായി തോന്നുന്നുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഈ കൊച്ചു കൂട്ടുകാർ ഇവരുടെ പരിശീലനം തുടരുകയാണ്. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ തന്നെ മത്സരിക്കാൻ പറ്റട്ടെ. ഞാനിവരുടെ ഈ പാട്ടിൻ്റെ മാഷ് പറഞ്ഞതുപോലെ അത്രയും മനോഹരമായ താളത്തിലാണ് ഇവർ പാടുന്നത്. ഇവർക്ക് മത്സരത്തിൽ വിജയികളാവോ ഇല്ലാത്തോ അതല്ല കാര്യം, ഇവർ ആ പ്രാക്ടീസ് അല്ലെങ്കിൽ ആ പരിശീലനം, ഇവരുടെ ആത്മാർത്ഥത, ആത്മസമർപ്പണം അത്രത്തോളം ഉണ്ട്. എന്തായാലും ഇവർക്ക് വിജയം കൈവരട്ടെ. ഇനിയും ഒരുപാട് മത്സരങ്ങളിലും വേദികളിലുമെല്ലാം ഇവരെല്ലാവരും വളർന്നു വരുന്ന കലാകാരന്മാരാണ്. കൊച്ചുമിടുക്കരാണ്, വലിയ മിടുക്കരാണ്. കൊച്ചുമിടുക്കരെന്നൊന്നും പറഞ്ഞാൽ പോരെ, ഇവരെ ആ രീതിയിലേക്ക് ഇവർക്ക് നല്ല രീതിയിലേക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ.